അപ്പോൾ ഡേ 11 നമ്മൾ എത്തിയിട്ടോ. ഈ ഡേ 11 ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു ഗുട്ടൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഈ കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യാനേ പാടില്ലാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. അപ്പോൾ രാവിലെ ഫാറ്റ് കട്ടർ ഡ്രിങ്ക് കുടിച്ചു, പേരയ്ക്ക കഴിച്ചു. അതായത് 150 കാലറീസാണ് ഒരു പേരയ്ക്കയ്ക്ക്. പീനട്ട് ഒരു ഹാൻഡ്ഫുൾ, എത്ര കാലറീസ് വരും? 200 കാലറീസ് വരും. പിന്നെ കോഫി 80 കാലറി. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ഞാൻ ഒന്നും കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ സിറ്റിയിൽ പോയിരുന്നു, കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയിൽ കരിക്ക് വെള്ളം കുടിച്ചു. കരിക്കെന്ന് പറഞ്ഞാൽ ലോ കാലറിയാണ്, ഫാറ്റ് ഫ്രീ ആണ്, വെയിറ്റ് ലോസിന് സൂപ്പറാണ്. അപ്പോൾ ഫ്ലഷിന് ഒരു കരിക്കിൻ്റെ ഫ്ലഷിന് പറയുന്നത് 80 കാലറി. അപ്പോൾ അതങ്ങനെ. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അന്ന് ഫുൾ ഡേ ഇടയ്ക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ട് വൈകുന്നേരം വരെ പിന്നെ വിശന്നിരുന്നിരുന്ന് എനിക്ക് പെട്ടെന്ന് വയറ് സ്തംഭിച്ചു. വയറ് സ്തംഭിച്ചത് കൊണ്ട് എന്ത് പറ്റി, ഞാൻ അന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ കുൽച്ചയാണ് ഓർഡർ ചെയ്തത്, ചീസ് കുൽച്ച ഓർഡർ ചെയ്തിട്ട് അത് ഒരു ചീസ് കുൽച്ചയ്ക്ക് 350 കാലറീസ് ഉണ്ട്. പക്ഷെ ഞാൻ കാലറി കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാമായിരുന്നു അതൊക്കെ കഴിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല എന്ന്. അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചു. പക്ഷേ എനിക്ക് പെട്ടെന്ന് എന്തോ ഈ വയറിങ്ങനെ സ്തംഭിച്ച പോലെ തോന്നിയുകൊണ്ട് എനിക്ക് വിശപ്പേ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പീസേ കഴിച്ചുള്ളൂ. 3 പീസായിട്ട് അവർ കൊണ്ടുവന്ന് അതിൽ ഒരു പീസേ കഴിച്ചുള്ളൂ. അതിന് ഏകദേശം ഒരു 150 കാലറീസ് ഉണ്ട് കേട്ടോ. അതും പിന്നെ അതിൻ്റെ കൂടെ പനീർ ബട്ടർ മസാലയാണ് പറഞ്ഞത്. പക്ഷേ അതിൽ എനിക്ക് അതും കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ 3 പീസ് പനീർ എടുത്ത് കഴിച്ചു. അപ്പോൾ 150 കാലറീസ്. അതിൻ്റെ ഗ്രേവി ഒരു 80 കാലറീസ് കൂട്ടാം. ഒരു 5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ നൂഡിൽസ് ഞാൻ എടുത്ത് കഴിച്ചു. കാരണം പുഷ്പം വാങ്ങിച്ചത് അതായിരുന്നു. അത് 5 ടേബിൾ സ്പൂൺ കഴിച്ചു. പക്ഷെ അതും 5 ടേബിൾ സ്പൂൺ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, 2 കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ അത് 100 കാലറീസ് കൂട്ടാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസിൻ്റെ കാലറി 40 കാലറിയാണ്. അതിനുള്ളൊരു കോഫി കഴിച്ചു, കോഫിക്ക് 80 കാലറി. അപ്പം ഇത്രയും കഴിച്ചിട്ടും നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്ന 1085 കാലറീസേ വന്നിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പം ഇതാണ് കാലറി നോക്കി കഴിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ എവിടെ കൂട്ടണം, എവിടെ കുറയ്ക്കണം, എത്രമാത്രം കഴിക്കാം. അപ്പം ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ചില നേരത്തൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാനും പറ്റും.